നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് പല്ലനയാർ. ഈ പല്ലനയാറ്റിലെ പുത്തൻകരി വളവിലുണ്ടായ റെഡീമർ ബോട്ട് അപകടത്തിലാണ് 1924 ജനുവരി മാസം 17 വെളുപ്പിന് 5 മണിയോടടുപ്പിച്ച് മഹാകവി കുമാരനാശാൻ ഉൾപ്പെടെ 24 യാത്രക്കാർ മരണമടയുന്നത്. മഹാകവിയുടെ തന്നെ വീണഭൂവിലെ ഗുണികൾ ഊഴിയിൽ നീണ്ടു വാഴ എന്ന വാക്യങ്ങളെ അനുസ്മരിപ്പിച്ചുകൊണ്ട് വെറും 51-ാമത്തെ വയസ്സിൽ മഹാകവി കുമാരനാശാൻ അപകടത്തിൽപ്പെട്ട് മരണമടയുകയാണ് ഉണ്ടായത്. ഓർമ്മകളുടെ തൂവലുകളും തേനൂറുന്ന കവിതകളും കൈരളിക്ക് സമ്മാനിച്ച ആ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ ജീവിതത്തിൻ്റെ മറുകരയിലേക്ക് പറന്നുപോയിട്ട് 100 വർഷങ്ങൾ പൂർത്തിയായിരിക്കുന്നു. 1873 ചിറയിൻകീഴിലെ കായിക്കരയിലെ തൊമ്മൻവിളാകത്ത് വീട്ടിൽ നാരായണൻ പെരുങ്കുടിയുടെയും കാളിയമ്മയുടെയും 9 മക്കളിൽ രണ്ടാമനായി ജനിച്ച കുമാരു എന്ന് മാതാപിതാക്കളാൽ പേര് വിളിക്കപ്പെട്ട ആ കുഞ്ഞാണ് പിന്നീട് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മഹാകവി കുമാരനാശാൻ ആയി മാറിയത്. അന്ന് 1924 ജനുവരി 16 ആലുവായിക്കുള്ള യാത്രാമധ്യേ കൊല്ലത്തു നിന്നും ആലപ്പുഴയിലേക്ക് ആശാൻ ബോട്ടിൽ കയറുകയാണ് ഉണ്ടായത്. ആ ബോട്ടാണ് ഇവിടെ പല്ലനയാറ്റിലെ ഈ പുത്തൻകരി വളവിൽ അപകടത്തിൽപ്പെട്ട് ആശാന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തതും ഇവിടെ തന്നെയാണ്. അന്നു മുതൽ ഇവിടം കുമാരകോടി എന്ന് അറിയപ്പെടുന്നു. കായിക്കരയിലെ കോവിൽത്തോട്ടം കായലിലും അറബിക്കടലിലും നീന്തി പയറ്റിത്തെളിഞ്ഞ വിദഗ്ധനായ ആ നീന്തൽക്കാരനെ പല്ലനത്തോട്ടിലെ ഇത്തിരി പോകുന്ന വെള്ളത്തിൽ എങ്ങനെ കാല് കുഴഞ്ഞു എന്നുള്ളത് ഇന്നും ഒരു കടങ്കഥയായി അവശേഷിക്കുകയാണ്. ഏതായാലും ആ യാഥാർത്ഥ്യവുമായി നമ്മൾക്ക് പൊരുത്തപ്പെട്ടേ കഴിയൂ. മഹാകവി കുമാരനാശാൻ ഈ തോട്ടിലെ ഇത്തിരി പോകുന്ന വെള്ളത്തിൽ അപകടത്തിൽപ്പെട്ട് മരിക്കുകയാണ്. ആശാൻ്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാനല്ല, പല്ലന ബോട്ട് ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി അന്നത്തെ തിരുവിതാംകൂർ ഗവൺമെൻറ് ജസ്റ്റിസ് പി ചെറിയാൻ അധ്യക്ഷനായുള്ള ഒരു 5-അംഗ കമ്മീഷനെ നിയമിച്ചിരുന്നു. ആ കമ്മീഷൻ അതിൻ്റെ റിപ്പോർട്ടും സമർപ്പിച്ചിരുന്നു. നിർഭാഗ്യത്തിന് 50 വർഷക്കാലം ആ റിപ്പോർട്ട് വെളിച്ചം കണ്ടില്ല. അതിനുശേഷം ഇപ്പോൾ ആർക്കൈവ്സിൽ അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ലഭ്യമാണ്. പക്ഷേ നമ്മൾക്ക് വേണ്ടതായ സംഗതികളൊന്നും ആ റിപ്പോർട്ടിൽ ഇപ്പോൾ ലഭ്യമല്ല. കാരണം നമ്മളുടെ ന്യായമായ ഒരു സംശയം നമ്മുടെ മനസ്സിൽ ഉദിക്കും. ആ റിപ്പോർട്ടിൽ എന്തോ സ്ഫോടനാത്മകമായ എന്തോ വിവരം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം അത് പൂർണ്ണ രൂപത്തിൽ വെളിച്ചം കാണാത്തതെന്ന്. ഏതായാലും ഈ പല്ലനയാറ്റിലെ ഉണ്ടായ റെഡീമർ ബോട്ട് അപകടത്തിൽ മരിച്ച കുമാരനാശാനെക്കുറിച്ച് മലയാളികളുടെ പ്രിയപ്പെട്ട കവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എഴുതിയ കുഞ്ഞു കുഞ്ഞലകളാൽ പല്ലനച്ചാൽ എന്നും ആ കണ്ണീരിൻ കഥ പറഞ്ഞ് ഒഴുകിക്കോട്ടെ എന്ന വരികൾ നമുക്ക് ഓർമ്മിച്ചുകൊണ്ട് സ്മാരക സമുച്ചയത്തിനുള്ളിലേക്ക് നമുക്ക് കടക്കാം. ഞാനിപ്പോൾ ഉള്ളത് പല്ലന കുമാരകോടിയിലുള്ള മഹാകവി കുമാരനാശാൻ സ്മാരക സമുച്ചയത്തിലാണ്. സമുച്ചയത്തിലേക്ക് കടക്കും മുമ്പ് ആദ്യമായി തന്നെ നാം കാണുന്നത് സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലുള്ള മഹാകവി കുമാരനാശാൻ സ്മാരക സമിതിയുടെ ബഹുനില മന്ദിരമാണ്. തൊട്ടടുത്ത് തന്നെ 6415 നമ്പർ മഹാകവി കുമാരനാശാൻ സ്മാരക SNDP ശാഖയുടെ ഓഫീസാണ്. വീണ്ടും നാം മുന്നോട്ട് നടക്കുകയാണ്. കുരുക്ഷേത്രം. വീണ്ടും മുന്നോട്ട് നടക്കുമ്പോൾ ഇടതുവശത്തായി 6415 നമ്പർ SNDP ശാഖയുടെ കീഴിലുള്ള ശ്രീനാരായണ ഗുരുക്ഷേത്രമാണ്. ശിവഗിരിയിലെ മഹാസമാധി മന്ദിരത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മിതി. മുന്നിൽ കാണുന്ന ഈ ഗേറ്റ് കടന്നാൽ നാം ആശാൻ്റെ വിധവ ഭാനുമതി അമ്മ 1951 സ്ഥാപിച്ച KAM UP സ്കൂൾ പല്ലനയുടെ കോമ്പൗണ്ടിലേക്കാണ് കടക്കുന്നത്. KAM എന്ന് പറഞ്ഞാൽ കുമാരനാശാൻ മെമ്മോറിയൽ UP സ്കൂൾ എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. ഈ സ്കൂളിൻ്റെ കോമ്പൗണ്ടിനകത്ത് തന്നെയാണ് ആശാൻ്റെ സ്മൃതി മണ്ഡപം
സ്ഥിതി ചെയ്യുന്നത്. വലതുവശത്ത് ഈ കാണുന്നതും ഈ സ്കൂളിൻ്റെ ഭാഗം തന്നെയാണ്. വീണ്ടും നാം മുന്നോട്ട് നടക്കുമ്പോൾ വലതുവശത്തായി ആ കാണുന്നതാണ് മഹാകവി കുമാരനാശാൻ്റെ സ്മൃതി മണ്ഡപം. അതിനുള്ളിലാണ് മഹാകവിയെ അടക്കം ചെയ്തിരിക്കുന്ന കല്ലറയും ഉള്ളത്. നാം ഇനിയും അങ്ങോട്ട് നടക്കുകയാണ്. ഇതാണ് ആശാൻ സ്മൃതി മണ്ഡപം. ഈ സ്മൃതി മണ്ഡപത്തിൻ്റെ രൂപകൽപ്പന ഒരു വശത്തു നിന്ന് നോക്കിയാൽ ഒരു തൂലികയുടെയും മറുവശത്തു നിന്ന് നോക്കിയാൽ ഒരു ബോട്ടിൻ്റെയും ആകൃതിയിലാണ്. നാം ഈ സ്മൃതി മണ്ഡപത്തിനടുത്തേക്ക് നടക്കുകയാണ്. ഈ സ്മൃതി മണ്ഡപം ഉദ്ഘാടനം ചെയ്ത് സന്ദർശകർക്കായി തുറന്നു കൊടുത്തത് 2019 ജൂൺ 21 ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. ഇനി നാം സ്മൃതി മണ്ഡപത്തിന് അകത്തേക്ക് കടക്കുകയാണ്. വാതിലിൽ തന്നെ സന്ദർശകർക്കായുള്ള നിർദ്ദേശം: പാദരക്ഷകൾ ഉപയോഗിക്കരുത്, പലകയിൽ ഇരിക്കരുത്. ഈ നിർദ്ദേശം അടങ്ങുന്ന ബോർഡ് പ്രധാന വാതിലിൽ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ ചെരുപ്പ് വെളിയിൽ ഊരിയിട്ട് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഈ സ്മൃതി മണ്ഡപത്തിൻ്റെ ഉൾവശം തേക്ക് തടിയിൽ പൊതിഞ്ഞതാണ്. മധ്യത്തായി ആശാനെ അടക്കം ചെയ്ത കല്ലറ കാണാം. ആ കല്ലറ മൂടിയിരിക്കുന്ന ഗ്ലാസ്സിലൂടെ അകത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ആശാൻ്റെ ജനനവും മരണവും സംബന്ധിച്ചുള്ള തീയതികൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. ജനനം 12/4/1873 മരണം 16/1/1924 എന്നാണ് ഇതിൽ രേഖപ്പെടുത്തിയിരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനെക്കുറിച്ചൊരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ 16/1 ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം 16-ാം തീയതി ജനുവരി 1924 ജനുവരി 16-ാം തീയതി രാത്രി 10:30 കൊല്ലത്തു നിന്നും പുറപ്പെട്ട റെഡീമർ ബോട്ടാണ് പിറ്റേ ദിവസം, അതായത് 17-ാം തീയതി വെളുപ്പിന് 5 മണിയോടനുബന്ധിച്ച് ഈ പല്ലനയാറ്റിലെ പുത്തൻകരി വളവിൽ അപകടത്തിൽപ്പെടുന്നത്. ആ നിലയിൽ 17/1/1924 ശരിയായ തീയതി എന്നാണ് എൻ്റെ ഒരു വലിയ അഭിപ്രായം. ഭൂരിഭാഗം ഔദ്യോഗിക രേഖകളിലും 16/1/1924 എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള സത്യം മറന്നുകൊണ്ടല്ല ഞാനിത് പറയുന്നത്. എങ്കിലും ന്യായമായും ഒരു സാധാരണ ആശാൻ പഠിതാവിൻ്റെ മനസ്സിൽ തോന്നാവുന്ന ഒരു സംശയമാണ് ഞാനിവിടെ ഉന്നയിച്ചത്. എൻ്റെ ഈ സംശയം സാധൂകരിക്കുന്നതിന് ഈ റെഡീമർ ബോട്ട് ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി അന്ന് തിരുവിതാംകൂർ ഗവൺമെൻറ് നിയമിച്ച പി ചെറിയാൻ കമ്മീഷൻ റിപ്പോർട്ടിലും ആശാൻ്റെ മരണം നടന്ന ദിവസം 17/1/1924 എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ നിലയിൽ ഈ തീയതി ശരിയല്ല എന്ന് ആധികാരികമായി പറയാൻ ഞാൻ തയ്യാറല്ല. എങ്കിലും ഇതൊന്നും പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നാണ് എൻ്റെ എളിയ അഭിപ്രായം. സ്മാരകത്തിൻ്റെ ചുവരിൽ ആശാൻ കൃതികളിലെ ചില രംഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നു. ആ ചിത്രീകരിച്ച ചിത്രങ്ങളിൽ ആശാൻ്റെ മാനസപുത്രിമാരായ ചണ്ഡാലഭിക്ഷുകിലെ മാതങ്കിയും ചിന്താവിഷ്ടിയായ സീതയും കരുണയിലെ വാസവദത്തയും ദുരവസ്ഥയിലെ സാവിത്രിയെയുമൊക്കെ നമുക്ക് കാണാം. എന്നാൽ ഈ ചിത്രങ്ങൾ ഏത് കൃതിയിലേതാണ് എന്ന് ഇതിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഇക്കാര്യം വിശദീകരിച്ച് തരുന്നതിനും ആരും നമുക്കൊപ്പമില്ല. ആ നിലയിൽ ആശാൻ കൃതികളിൽ അഗാധമായ പാണ്ഡിത്യമില്ലാത്ത ഒരു ശരാശരി വായനക്കാരനെ സംബന്ധിച്ചിടത്തോളവും ഈ ചിത്രീകരിച്ചിരിക്കുന്ന രംഗം ഏത് കൃതിയിലെ ആണ് എന്ന് ഈ ഒന്നാമത്തെ ചിത്രത്തിലെങ്കിലും ഒരു സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം നാം ഈ ചിത്രത്തിൽ കാണുന്നത് ഒരു മരത്തണലിലിരിക്കുന്ന ഒരു പുരുഷനും അത് നോക്കി നിൽക്കുന്ന 2 സ്ത്രീകളുമാണ്.
എനിക്ക് തന്ന അല്ലെ എനിക്കിതിനു മുമ്പ് കിട്ടിയ നിർദ്ദേശമനുസരിച്ച് ഇത് നളിനിയിലെ രംഗം ആണെന്ന് പറയുന്നു. പക്ഷേ എനിക്ക് ആ അഭിപ്രായത്തോട് വിയോജിപ്പുണ്ട്. കാരണം നല്ല ഹൈമവത ഭൂമിയിൽ വെച്ച് ദിവാകര യോഗിയെ നളിനിക്കൊപ്പമുണ്ടായ യോഗിനിയും ഒരുമിച്ച് കാണുന്ന ഒരു രംഗം ഇല്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ മരത്തണലിൽ ഇരിക്കുന്ന ഈ യുവാവിന് ഒരു യോഗിയുടേതായ രൂപഭാവങ്ങളൊന്നും നാം കാണുന്നില്ല. ആ നിലയിൽ അതായത് ആശാൻ്റെ നളിനി ആരംഭിക്കുന്നത് തന്നെ നല്ല ഹൈമവത ഭൂവിൽ അന്നൊരു വിഭാതവേളയിൽ ഉല്ലസിച്ചു യുവയോഗി ഏകൻ ഉൽഫുല്ല ബാലരവി പോലെ കാന്തിമാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഉൽഫുല്ല ബാലരവി പോലെ കാന്തിമാൻ എന്നുള്ള ദിവാകര യോഗിയുടെ ആ രൂപം ആശാൻ്റെ യോഗികളായ എല്ലാ നായകന്മാർക്കും പൊതുവേ ഉള്ളതാണ്. ഭാരതീയ ആധ്യാത്മിക പാരമ്പര്യത്തിൻ്റെ സൃഷ്ടികളാണ് ആശാൻ്റെ ഈ യോഗികളായ നായകന്മാരെല്ലാം. ദിവാകര യോഗിയാണെങ്കിലും ചണ്ഡാല ഭിക്ഷുകിയിലെ ആനന്ദ ഭിക്ഷുവാണെങ്കിലും കരുണയിലെ ഉപഗുപ്തനാണേലും അവർക്കെല്ലാം ഒരു ആധ്യാത്മികതയുടെ പരിവേഷം ആശാൻ നൽകിയിട്ടുണ്ട്. ഈ ചിത്രത്തിൽ ഈ കാണുന്ന ഈ പുരുഷരൂപം അതുമായി യോജിക്കാത്തത് കൊണ്ട് ഇത് നളിനിയിലെ രംഗമല്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഈ രണ്ട് സ്ത്രീകൾ ഒരുമിച്ച് ഈ യുവാവിനെ ഇങ്ങനെ ഒരാളെ കാണുന്നെങ്കിൽ അത് തീർച്ചയായും അത് നളിനിയിലെ ആകാൻ സാധ്യതയില്ല. കാരണം നളിനിയാണ് ഒറ്റയ്ക്കാണ്, അതായത് ഒരു ഏകയായി വന്ന് ആണ് ഈ ദിവാകര യോഗിയെ കാണുന്നത്. ആ നിലയിൽ ഈ നളിനിയിലെ അല്ല എന്ന് നമുക്ക് പൂർണ്ണമായും നമുക്ക് തള്ളിക്കളയാം. പിന്നെ ലീലയാണ്. അങ്ങനെ ഒരു രംഗം ലീലയിലുണ്ട് താനും. കാരണം ലീലയിലെ നായകനായ മദനനെ ലീലയും തോഴി മാധവിയും ഒരുമിച്ച് ക്ഷണനേരം കാണുന്നതായി ആശാൻ്റെ ലീലയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ നിലയിൽ ഇത് മദനനും ലീലയും തോഴി മാധവിയും തന്നെ ആകാനാണ് സാധ്യത. ഈ യുവാവിൻ്റെ ഈ രൂപഭാവങ്ങളുമെല്ലാം മദനന് യോജിക്കുന്ന നിലയിലാണ്. ഉന്മാദാവസ്ഥയിലെത്തിയ മദനൻ അവസാനം രേവാനദിയിൽ ചാടി ആത്മഹത്യ ചെയ്യുകയാണല്ലോ ആശാൻ്റെ കൃതിയിൽ. ആ നിലയിൽ ഉള്ള ഒരു യുവാവിനെയാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ലീലയിൽ നിന്ന് തന്നെ ആണ് എന്ന് ന്യായമായും ഞാൻ സംശയിക്കുകയാണ്. അടുത്ത ചിത്രം ഇത് ചണ്ഡാല ഭിക്ഷുകിയിലേതാണ് എന്ന് ആരും പറയാതെ നമ്മൾക്ക് ഉറപ്പിക്കാം. കാരണം ദാഹിച്ചു വലഞ്ഞ ആനന്ദഭിക്ഷു മാതങ്കിയോട് കുടിക്കാൻ ജലം ചോദിക്കുമ്പോൾ അമ്പരന്നു പോയ അവൾ താണജാതിക്കാരായ താൻ ഭിക്ഷുവിന് ജലം നൽകുന്നത് പാപമല്ലേ എന്ന് പറയുന്നതും അതിന് ആനന്ദഭിക്ഷു നൽകുന്ന മറുപടിയും നമ്മൾക്കെല്ലാം അറിയാം. അമ്പരന്നു പോയ മാതങ്കി ഇങ്ങനെയാണ് ചോദിക്കുന്നത്: അല്ലലെന്തു കഥയുതു കഷ്ടമേ, അല്ലലാലങ്ങ് ജാതി മറന്നിതോ, നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി ആചമിക്കുമോ ചൊല്ലെഴു ആര്യന്മാർ എന്ന് മാതങ്കി പറയുന്നതിന് കൊടുത്ത മറുപടി: ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർ നാവു വരണ്ടഹോ, ഭീതി വേണ്ട തരിക അതെനിക്ക് നീ എന്നാണ് ആനന്ദഭിക്ഷു പറയുന്നത്. അങ്ങനെ മാതങ്കി ആനന്ദഭിക്ഷുവിന് ജലം പകർന്നു നൽകുന്ന ദൃശ്യമാണ് നാം ഈ കാണുന്നത്. അതിൽ ആശാൻ ഈ മാതങ്കിയുടെ ഈ പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നത്: പുണ്യശാലിനി നീ പകർന്നിടും ഈ തണ്ണീർ തന്നെ ഓരോരോ തുള്ളിയും അന്തമറ്റ സുഹൃതഹാരങ്ങൾ നിൻ അന്തരാത്മാവിൽ അർപ്പിച്ചിടുന്നിടാം എന്നാണ്. അടുത്ത ചിത്രത്തിലേക്ക് നാം നീങ്ങുകയാണ്. ഇതുപോലെ തന്നെ ചണ്ഡാല ഭിക്ഷുകിയിലെ രംഗം പോലെ തന്നെ ഒരു കാലത്തും ആർക്കും യാതൊരു സംശയവും തോന്നാത്ത രംഗം ആശാൻ്റെ ചിന്താവിഷ്ടിയായ സീത. ചിന്താവിഷ്ടിയായ ശ്യാമളയെ മാത്രം കണ്ട് പരിചയിച്ചൊരു തലമുറയ്ക്ക് ഒരുപക്ഷെ ഒരു പുതിയ അനുഭവമായിരിക്കും ഇത്. സുധർ മാമുനിയോട് അയോധ്യയിൽ ഗതരായോരള വന്നൊരന്തിയിൽ അതിചിന്ത വഹിച്ച് സീത പോയി സ്ഥിതി ചെയ്താൽ ഉടജാന്ത വാടിയിൽ എന്നാണ് ആശാൻ ചിന്താവിഷ്ടിയായ സീത തുടങ്ങുന്നത് തന്നെ. അതായത് ലവകുശന്മാർ വാൽമീകി മഹർഷിയോടൊത്ത് അയോധ്യയിലേക്ക് ശ്രീരാമൻ നടത്തുന്ന അശ്വമേധയാഗത്തിൽ പങ്കെടുക്കുന്നതിന് പോയ അവസരത്തിൽ സീത ചിന്താവിഷ്ടിയായി ഈ മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ആ സമയത്തൊരു ഫ്ലാഷ് ബാക്കിൽ എന്ന പോലെ സീതയുടെ മനസ്സിലേക്ക് അങ്ങ് മിഥിലാപുരിയിലെ ത്രയംബകം വില്ലൊടിഞ്ഞ് ശ്രീരാമൻ തന്നെ സ്വയംവരം ചെയ്തുകൊണ്ട് വരുന്നത് വരെയുള്ള രംഗങ്ങൾ സീതയുടെ മനസ്സിലൂടെ മിന്നി മറയുന്നു.
അങ്ങനെയുള്ള സീതയിൽ ഇത് പറയുന്നു. സീത അങ്ങനെ ഒരു ഇരിപ്പിരുന്നു പോയി. രവി പോയി മറഞ്ഞതും സ്വയം ഭുവനം ചന്ദ്രികയാൽ നിറഞ്ഞതും അവനീശ്വരി ഓർത്തതില്ല പോന്ന് അവിടെത്താൻ തനിയെ ഇരിപ്പതും എന്നാണ് ആശാൻ. സ്ത്രീ എല്ലാം മറന്നിരുന്നു. അവളാ ഇരുന്ന ഇരിപ്പെന്ന് പറയുന്നത് രാത്രിയായി, രവി പോയി മറഞ്ഞു, സൂര്യൻ അസ്തമിച്ചു, ചന്ദ്രൻ വന്നു. ഇതൊന്നും സീത അറിയുന്നില്ല. അങ്ങനെ ഉടൽ മൂടി ഇരുന്നു തൻ ഉടയാടത്തളിരൊന്നുകൊണ്ട് താൻ വിടവങ്ങളോടൊത്ത കൈകൾ തൻ തുടമേൽ വെച്ചുമിരുന്നു സുന്ദരി. ആശാൻ്റെ അതേ ആ വർണ്ണന ഇവിടെ പകർത്തിയിട്ടുണ്ട്. ഇനി നാം അടുത്ത ചിത്രം എന്തെന്ന് പരിശോധിക്കുകയാണ്. മഹാകവി കുമാരനാശാൻ്റെ അവസാന കാവ്യമായ കരുണയിലെ നായിക വാസവദത്ത. ഈ പല്ലന ആറ്റിൽ വെച്ച് 1924 ജനുവരി 17 ആശാൻ അപകടത്തിൽപ്പെടുമ്പോൾ കരുണയുടെ കയ്യെഴുത്ത് പ്രതിയും ചേതനയേറ്റ ആശാൻ്റെ ശരീരത്തോടൊപ്പം ഈ പല്ലനയാറ്റിൽ ചേറിൽ നിന്നും വീണ്ടെടുക്കുകയായിരുന്നു. അങ്ങനെ അമേരിക്കൻ പണ്ഡിതനായ ഡോക്ടർ പോൾ കാരസിൻ്റെ ദ ഗോസ്പൽ ഓഫ് ബുദ്ധ എന്ന കൃതിയിലെ വാസവദത്ത എന്ന ചെറുകഥയെ മാത്രം അടിസ്ഥാനമാക്കിയാണ് താൻ കരുണ രചിച്ചതെന്ന് ആശാൻ പറയുന്നുണ്ട്. അതിലെ നായിക ഒരു വേശ്യയായ വാസവദത്തയാണ്. ഉത്തര മധുരാപുരിക്ക് ഉത്തരോപാന്തത്തിലുള്ള വിസ്തൃത രാജവീതി തൻ കിഴക്കരികിൽ കാളിമ കാളും നഭസ ഉമ്മ വയ്ക്കും വെൺമനോജ്ഞ മാളികയൊന്നിൻ്റെ തെക്കേ മലർമുറ്റത്തിൽ ഒരു പൊന്നശോകം വിടർത്തിയ കുടയുടെ കീഴിൽ മസൃണശിലാസനത്തിൽ ചെരിഞ്ഞ പാർശ്വത്തിൽ ഇരിക്കുന്ന ആ വാസവദത്തയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ ചിത്രം കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് മറ്റൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൻ്റെ ആ ഓർമ്മ കടന്നു വരികയാണ്. ഈ സ്മൃതി മണ്ഡപത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഈ ചുവർ ചിത്രങ്ങളുടെ എല്ലാം ഫോട്ടോ കേരളത്തിലെ പ്രമുഖരായ സാംസ്കാരിക നായകന്മാർക്ക് അയച്ചു കൊടുക്കുകയുണ്ടായി അവരുടെ അഭിപ്രായത്തിന് വേണ്ടി. അതിൽ ഈ ചിത്രം ലഭിച്ച പ്രൊഫസർ MK സാനുമാഷ് ഈ ചിത്രം കണ്ടിട്ട് പറഞ്ഞത് ഇത് ആശാൻ്റെ വാസവദത്ത അല്ല എന്നാണ്. അങ്ങനെ സാനുമാഷ് അഭിപ്രായപ്പെടാനുണ്ടായ കാരണം ആശാൻ എഴുതിയത് ലോലമോഹനമായി തങ്കപ്പങ്കജത്തെ വെല്ലും വലങ്കാലിടത്ത് തുടക്കാമ്പിൽ കയറ്റി വെച്ചും എന്നായിരുന്നു ആശാൻ എഴുതിയത്. പക്ഷേ അന്ന് അയച്ചു കൊടുത്ത ആ ചിത്രത്തിൽ ഇടങ്കാല് വലത്ത് തുടക്കാമ്പിൽ കയറ്റി വെച്ച രൂപത്തിലായിരുന്നു. ഏതായാലും സാനുമാഷിൻ്റെ അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് ആ തെറ്റ് ഇന്ന് ഇവിടെ തിരുത്തപ്പെട്ടതായി കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇതിൽ അതല്ല ഇവിടെ വിഷയമെന്ന് പറയുന്നത്. ആശാൻ്റെ വർണ്ണന ആശാൻ കവിതകളുടെ ആസ്വാദക മനസ്സിൽ എത്രമാത്രം ആഴത്തിൽ വേരൂന്നി എന്നുള്ളതിന് വ്യക്തമായ തെളിവാണ് ഈ പറഞ്ഞ വലങ്കാൽ ഇടത്ത് തുടക്കാമ്പിൽ കയറ്റി വെച്ചു എന്ന് എഴുതിയതിലെ തെറ്റുപോലും ഇവിടെ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടും എന്നുള്ളത്. നാം അടുത്ത ചിത്രത്തിലേക്ക് പോവുകയാണ്. ഇത് വിവാദ വിഷയമായ ആശാൻ്റെ കൃതി ദുരവസ്ഥ. ഒരുപക്ഷെ ആശാൻ്റെ മരണത്തിന് പോലും ഈ കൃതിയുടെ രചന കാരണമായി എന്ന് കരുതപ്പെടുന്നവരുണ്ട്. അന്നങ്ങനെ ആ പല്ലനയാറ്റിൽ ആ ബോട്ട് ദുരന്തം ഉണ്ടായപ്പോൾ ആശാൻ്റെ ഭാര്യ ഭാനുമതിയമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് ഒരു സ്വാഭാവിക അപകടമരണമാണോ അതോ ആശാനെ ആരെങ്കിലും അപകടപ്പെടുത്തിയതാണോ എന്ന് സംശയം പ്രകടിപ്പിക്കുന്നു. അങ്ങനെ ഒരു സംശയം ഭാനുമതി അമ്മയുടെ മനസ്സിൽ ഉദിക്കാൻ കാരണം ഈ ദുരവസ്ഥയുടെ രചന തന്നെയാണ്. 1921 മലബാറിൽ നടന്ന മാപ്പിള ലഹള പശ്ചാത്തലമാക്കിയാണ് മഹാകവി കുമാരനാശാൻ ദുരവസ്ഥ രചിച്ചിരിക്കുന്നത്. ഈ കൃതി ആശാൻ തന്നെ പറയുന്നു, എൻ്റെ മറ്റ് കൃതികളെ അപേക്ഷിച്ച് വിലക്ഷണ രീതിയിൽ രചിക്കപ്പെട്ട ഒരു കൃതിയാണ് ദുരവസ്ഥയെന്ന്. അതിന് പ്രത്യേക കാരണമുണ്ട്. ആനുകാലിക സംഭവവികാസങ്ങളോടെ ഒരു കവി എന്ന നിലയിൽ ആശാൻ പ്രതികരിച്ചു തുടങ്ങിയത് ദുരവസ്ഥയുടെ രചനയോടെയാണ്. ഇതിൽ ഒരു നമ്പൂതിരി ഇല്ലത്തെ സകലവിധ സൗഭാഗ്യങ്ങളും അനുഭവിച്ചു കഴിയുന്ന സാവിത്രി അന്തർജനം ചാത്തൻ പുലയനുമായി കല്യാണം കഴിക്കുന്ന ഒരു സാഹചര്യം കവിതയിലൂടെയാണേലും സൃഷ്ടിക്കപ്പെടുന്നതിനുള്ള ഒരു ധൈര്യം ആശാൻ കാണിച്ചു എന്നുള്ളതാണ്. നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ജ്വലിച്ചു നിൽക്കുന്ന ബംഗാളിലെ കവികൾക്ക് പോലും അങ്ങനെ ഒരു ആശയം ആ സമയത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് EMS നമ്പൂതിരിപ്പാട് ദുരവസ്ഥയെ പുരോഗമന സാഹിത്യത്തിൻ്റെ മുന്നോടി എന്ന് വിശേഷിപ്പിച്ചത്. കാരണം പുരോഗമന സാഹിത്യം ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ രൂപം കൊള്ളുന്നത് 1936 ആശാൻ ദുരവസ്ഥ എഴുതുന്നത് 1922 അതായത് 14 വർഷങ്ങൾക്ക് മുമ്പ്. അതുകൊണ്ടാണ് EMS അങ്ങനെ പറഞ്ഞത് പുരോഗമന സാഹിത്യത്തിൻ്റെ മുന്നോടിയെന്ന്. അങ്ങനെ പറയുമ്പോൾ പുരോഗമന സാഹിത്യകാരന്മാരുടെ ഇടയിലെ ഒരേ തൂവൽ പക്ഷിയായിരുന്നില്ല മഹാകവി കുമാരനാശാൻ, പിന്നെയോ മുമ്പേ പറന്ന പക്ഷിയായിരുന്നു.
ഈ മാപ്പിളലഹള പശ്ചാത്തലമാക്കിയാണ് ദുരവസ്ഥ രചിച്ചെങ്കിലും മാപ്പിളലഹളയുടെ അസ്പഷ്ടവും അപൂർണമായ ഒരു രൂപം മാത്രമേ ആശാൻ അതിൽ നൽകിയിട്ടുള്ളൂ. ഏതായാലും ആ കൃതി അവസാനിപ്പിക്കുന്ന നമ്പൂതിരി ഇല്ലം വിട്ട് സാവിത്രി അന്തർജനം ചാത്തൻ്റെ കുടിലിൽ അഭയം തേടുന്നതും പിന്നീട് തനിക്ക് മറ്റൊരു അഭയസ്ഥാനമില്ല എന്ന് മനസ്സിലാക്കി അവൾ ചാത്തൻ്റെ ഭാര്യയായി ശിഷ്ടകാലം ചാത്തൻ പ്രതിനിധാനം ചെയ്യുന്ന സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന് തീരുമാനിക്കുകയും ആണ് ചെയ്യുന്നത്. അങ്ങനെയൊരു കഥയാണ് 1700 വരികളിലൂടെ ആശാൻ ദുരവസ്ഥയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത് സാവിത്രി അന്തർജനം അഗ്നിയെ വലം വെച്ച് ചാത്തൻ്റെ കൈ പിടിച്ചുകൊണ്ട് അവസാനം വിവാഹിതയാകുന്ന ആ രംഗമാണ്. വൃത്തവുമല്ല ചതുരവുമല്ല അതിലെത്തി നോക്കിയിട്ടില്ല ശില്പി തന്ത്രം എന്നൊക്കെ പറഞ്ഞാണ് ചാത്തൻ്റെ കുടിലിനെ അവിടെ വർണ്ണിക്കുന്നത്. അത് അക്കാലത്തും അതും ഒരു പുതുമയായിരുന്നു. മണ്ണിൽ വിയർപ്പൊഴുക്കുന്ന കർഷക തൊഴിലാളിയൊന്നും അതുവരെ കലയ്ക്ക് വിഷയമായിരുന്നില്ല. പക്ഷേ ദുരവസ്ഥ അതിനൊരു അപവാദമാണ്. ആ കുടിലിനുള്ളിൽ ചാത്തൻ്റെ ഭാര്യയായി തീയെ വലം വെച്ച് അതിനുശേഷം സാവിത്രി പറയുന്നു, തന്നെനിക്കായൊരു തുണ്ടുപായ അന്ന് ഞാൻ വന്ന നാൾ നീ എന്നെ സൽക്കരിച്ചു. ഇന്നതിൻ പാതിയിൽ നിന്നെ ക്ഷണിക്കുന്നേൻ, വന്നേൽക്കണേ എന്നെളിയ ദാനം എന്ന് പറഞ്ഞുകൊണ്ട് സാവിത്രി അന്തർജനം ചാത്തൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഒരു തുണ്ടുപായിൽ അവർ രണ്ടുപേരും ഒരുമിക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായുള്ള ആ രംഗമാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. വീണ്ടും നാം നോക്കുമ്പോൾ അതും ദുരവസ്ഥയിൽ തന്നെ ആണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ചാത്തൻ പുലയനും സാവിത്രി അന്തർജനവും തന്നെയാണിത്. ഇതും ദുരവസ്ഥയിലേത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു സംശയം അവശേഷിക്കുന്നത്, എന്തുകൊണ്ട് നളിനിയെ ഇതിൽ നിന്നും ഒഴിവാക്കി എന്നുള്ളത്. കാരണം സ്ഥലപരിമിതി എന്ന് പറയാൻ പറ്റില്ല. ദുരവസ്ഥയിലെ 2 രംഗങ്ങൾക്ക് പകരമായി ഒന്ന് ദുരവസ്ഥയും ഒന്ന് നളിനിയും ആകാമായിരുന്നു. ഏതായാലും ഇത് നളിനിയും ദിവാകര യോഗിയും അല്ല എന്ന് വ്യക്തമാണ്. കാരണം ഇങ്ങനെയൊരു രംഗം നളിനിയിലില്ല. നളിനി അവസാനം ഇവർ തമ്മിൽ വീണ്ടും അവരുടെ പുനഃസമാഗമം എന്ന് പറയുന്നത് ഈ ദിവാകര യോഗിയുടെ മാറിൽ നളിനി വീണതിനെക്കുറിച്ച് പറയുന്ന, ക്ഷീണയായി മിഴിയടച്ചു നിശ്ചല പ്രാണയായി ഉടൻ അവൻ്റെ തോളതിൽ വീണു വായു വിരമിച്ചു കേതുവിൽ താണുപറ്റിയ പതാക പോലവൾ എന്നാണ് ആശയം. എന്ന് പറഞ്ഞാൽ കാറ്റൊട്ടും പോലും വീശാത്ത അവസരത്തിൽ കൊടിമരത്തോട് പറ്റിച്ചേർന്ന് കിടക്കുന്ന ഒരു പതാക പോലെ നളിനി ദിവാകരൻ്റെ മാറിടം ചരമശയ്യാക്കി അവൻ്റെ മാറിൽ പറ്റിക്കിടന്നു എന്നാണ്. ആ നിലയിൽ ഇത് നളിനിയിലെ രംഗമല്ല. അങ്ങനെയെങ്കിൽ നളിനിയിലെ ചിത്രങ്ങളൊന്നും ഈ സ്മാരകത്തിനകത്ത് ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ആശാൻ്റെ ചിത്രം ആലേഖനം ചെയ്ത കണ്ണാടി വാതിലിലൂടെ സ്മാരകത്തിനകത്തു നിന്ന് പിറകിലേക്ക് നോക്കിയാൽ വല്ലനയാർ ഒഴുകുന്നത് കാണാം. മഹാകവി കുമാരനാശാൻ ഉൾപ്പെടെ 24 യാത്രക്കാരുടെ ജീവൻ അപഹരിച്ച പാപഭാരവും പേറി ഇതൊന്നും അറിയാതെ വല്ലനയാർ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. മഹാകവി കുമാരനാശാൻ്റെ സ്മാരകമായി ആശാൻ്റെ വിധവ ഭാനുമതി അമ്മ സ്ഥാപിച്ച KAM UP സ്കൂളിൻ്റെ കനക ജൂബിലി സ്മാരകമായി 2001-2002 അനാച്ഛാദനം ചെയ്ത ആശാൻ്റെ പ്രതിമയാണിത്. ഇതിൽ ആശാൻ്റെ ദുരവസ്ഥയിലെ ആ പ്രസിദ്ധമായ വരികളുണ്ടല്ലോ, മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളെ നിങ്ങളെത്താൻ എന്നുള്ള ആ വരികൾ ഇന്നും കേരളക്കരയാകെ ആഞ്ഞടിക്കുന്ന ആ പ്രസിദ്ധമായ ആ വരികൾ ഇതിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് നാം കാണുന്നു. ഈ മഹാകവിയുടെ ജീവനെടുത്ത ഇതേ പല്ലനയാറ്റിലെ ആശാൻ സ്മാരക സമുച്ചയത്തിൽ നിന്നും നാം യാത്രയാകുകയാണ്. 95 യാത്രക്കാർക്ക് കയറാവുന്ന ആ റെഡിമർ ബോട്ടിൽ അന്ന് 136 യാത്രക്കാർ ഉണ്ടായിരുന്നു. അമിതഭാരവും വളവിലെത്തിയപ്പോൾ ബോട്ടിൻ്റെ സ്പീഡ് ഡ്രൈവർ കുറയ്ക്കാഞ്ഞതുമാണ് അപകട കാരണമെന്ന് പറയപ്പെടുന്നു. ഏതായാലും ആ 136 പേരിൽ 112 പേർ എങ്ങനെയൊക്കെയോ അവരുടെ ജീവൻ രക്ഷിച്ചെടുത്തു. ബാക്കി ആശാൻ ഉൾപ്പെടെ 24 യാത്രക്കാരുടെ ജീവൻ പല്ലനയാർ കവർന്നെടുത്തു. ആശാൻ ഉൾപ്പെടെയുള്ള ആ 24 യാത്രക്കാർക്കും സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നാം ഈ സ്മാരക സമുച്ചയത്തിൽ നിന്നും യാത്രയാകുകയാണ്. നന്ദി, നമസ്കാരം.